രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന ചിന്ത: ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. ലേബർ നോട്ട് ടു ബി റിച്ച്. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 4-ാം വാക്യം. Proverbs chapter 23 verse 4. Labor not to be rich. Cease from your own wisdom. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയും. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കള്ളത്തരത്തിൻ്റെയും കൊള്ളയുടെയും വാർത്തകൾ മാത്രമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നാം കേൾക്കുന്നത് കോടികൾ അടിച്ചുമാറ്റി ധനാഢ്യന്മാർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ അടിച്ചു മാറ്റുന്ന ഈ ധനം ആർക്കെങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അടിച്ചു മാറ്റുന്നവന്, അത് മോഷ്ടിച്ച് പല രീതിയിൽ അത് കൺവേർട്ട് ചെയ്യുന്നവന് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് എന്താ സംസാരിക്കാനുള്ളത്? കർത്താവ് പറയുകയാണ്, ധനവാനാകേണ്ടതിന് നീ പണിപ്പെടരുത്. എന്നാൽ നല്ലൊരു ശതമാനം ആത്മീയ ഗോളത്തിലുള്ളവരും ഭൗതിക ഗോളത്തിലുള്ളവരും ഈ ഒരു കാര്യത്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 92:12 വാക്യം. Psalm chapter 92 verse 12. The righteous shall flourish like the palm tree. He shall grow like a cedar in Lebanon. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. സാധാരണ മനുഷ്യർ പറയുന്നൊരു കാര്യമുണ്ട്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന് എന്ന് ബൈബിളിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ബൈബിളിലില്ല. ബൈബിളിലുള്ള വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. സങ്കീർത്തനങ്ങൾ 92:12 വാക്യം. നീതിമാൻ പന പോലെ തഴയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നീതിമാനെയാണ് ദൈവം പന പോലെ വളർത്തുന്നത്, ദുഷ്ടനെ അല്ല. ദുഷ്ടനെ പന പോലെ വളർത്തില്ല, വളരാനും പറ്റില്ല. സ്തോത്രം. അപ്പോൾ ഈ ദുഷ്ടഹൃദയമുള്ളവന് ധനാഢ്യനാകണം എന്നുള്ള ആർത്തി വരുമ്പോഴാണ് മറ്റുള്ളവൻ്റെ അടിച്ചു മാറ്റുന്നത്. സ്തോത്രം. ദൈവമക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവദാസന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. തീർച്ചയായിട്ടും those who trust in riches will fall. അതിന് തെളിവാണിപ്പോൾ വായിച്ചത്. സദൃശവാക്യം 11:28 വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. Praise the Lord. The righteous shall flourish like the palm tree. സ്തോത്രം. അപ്പോൾ തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. അപ്പോൾ വീഴാതിരിക്കണമെങ്കിൽ ആരിൽ ആശ്രയിക്കണം? സമ്പത്ത് തന്നവനിൽ ആശ്രയിക്കണം. അതാണ് സമ്പത്ത്. യേശുക്രിസ്തുവാൻ എൻ്റെ നിധി. അല്ലല്ലോ, വയലിൽ ഒളിച്ചു വെച്ച നിധി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ നിധി കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. അവിടെ സന്തോഷത്തോടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ, നമ്മുടെ നിധി, നമ്മുടെ സമ്പാദ്യം കർത്താവായ യേശുവാണെന്നത്. അതിൽ ആശ്രയിക്കുന്നവൻ വീഴില്ല. He will never fall. ഒരിക്കലും വീഴില്ല. സ്തോത്രം. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 23. മർക്കോസിന്റെ സുവിശേഷം 10:23. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ
ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ ദോസ് ഹു ട്രസ്റ്റ് ഇൻ റിച്ചസ് ടു എൻ്റർ ഗോഡ്സ് കിങ്ഡം. മത്തായിയുടെ സുവിശേഷം 10:23. ഈ വാക്യം പറഞ്ഞത് മർക്കോസ് അല്ല, കർത്താവ് തന്നെയാണ്. എന്താ പറഞ്ഞ്? പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവ് നമ്മൾ ഓരോരുത്തരും നോക്കിയിട്ട് പറയുകയാണ്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലെത്തണേ. സദൃശ്യവാക്യം 23:4 പരിശുദ്ധാത്മാവ് നമ്മളോട് വീണ്ടും പറയുകയാണ്, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. പ്രൈസ് ദി ലോർഡ്. ധനവാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ സമ്പത്തുള്ളവനല്ല, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവനാണ് ധനാഢ്യൻ. സ്തോത്രം. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ കൈവിട്ടു പോകേണ്ടതാണ്. എന്നാൽ കൈവിടാതെ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു നിക്ഷേപമുണ്ട്, അത് നിത്യതയിലാണ്. അവിടുത്തെ പ്രത്യേകത, കള്ളം വരില്ല, തുരുമ്പെടുക്കില്ല, കീടങ്ങൾ വന്ന് നശിപ്പിക്കില്ല. അവിടേക്ക് നിക്ഷേപം കൂട്ടാനാണ് കർത്താവ് പറഞ്ഞ്. പക്ഷെ നമ്മളൊക്കെ കൂടുതലും അധ്വാനിക്കുന്നത് എവിടുത്തെ നിക്ഷേപത്തിന് വേണ്ടിയാണ്. സ്തോത്രം. ലോകത്തിൽ നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത നശിച്ചു പോകുന്ന നിക്ഷേപത്തെക്കുറിച്ചാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ് ധനം. അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യണം? ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6:24 ദ ഇമ്പോസിബിലിറ്റി ഓഫ് സെർവിങ് ഗോഡ് ആൻഡ് മണി. രണ്ടും കൂടെ സെർവ് ചെയ്യാൻ പറ്റില്ല. ദൈവത്തെയും പണത്തെയും ഒരേപോലെ സെർവ് ചെയ്യാൻ പറ്റില്ല എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. ആ വചനമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ഈ 2 യജമാനന്മാർ, ഒന്ന് ദൈവം, 2 പണം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റൊരുത്തനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഒന്ന്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുമ്പോഴാണ്, സ്തോത്രം, ഗവൺമെന്റിന്റെ ഇഡിയും അതേപോലുള്ള ട്രേഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ വീടിന്റെ വാതിക്കെ വരുന്നത്. ഏതെങ്കിലും ഒരെണ്ണം മതി. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം മതി, ദൈവം മതി. വീണ്ടും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, വെൽത്ത് ക്യാൻ ചോക്ക് ഗോഡ്സ് വേർഡ്. മത്തായിയുടെ സുവിശേഷം 13:22. വിധക്കാരൻ്റെ ഉപമയാണ്. അതിൽ 22 കർത്താവ് നമ്മളോട് പറയുകയാണ്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും, സ്തോത്രം, ഇങ്ങനെ പറയണ്ടേ, എ ഹെൽപ്പ് വിത്ത് ത്രെഡ് എന്ന് പറയും. ആർക്കെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചരട് കൂടെ ഇട്ട് കൊടുക്കും, ഒരു അത്യാവശ്യം വരുമ്പോൾ ഒന്ന് പിടിച്ചു വലിക്കാൻ. ധനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ധനം കൈകാര്യം ചെയ്താൽ ഈ ധനം ഒരിക്കലും നമ്മളെ അങ്ങോട്ട് വലിക്കില്ല. സ്തോത്രം. ശലോമോൻ പ്രാർത്ഥിച്ചത് ജ്ഞാനത്തിന് വേണ്ടിയാണ്. ശലോമോൻ ചോദിച്ചത് ദൈവം കൊടുത്തു. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ദൈവം ചെയ്ത്, ശലോമോൻ ചോദിക്കാത്തതും കൊടുത്തു, ധനവും കൊടുത്തു. യഹോവ ഭക്തിയോടൊപ്പം ധനവും മാനവും ജീവനും. അപ്പൊ ഈ ധനം ദൈവം തരുന്നതാണ്, അതിൻ്റെ കൂടെ ദുഃഖം കൂട്ടിച്ചേർക്കില്ല. അപ്പൊ ദൈവം തരുന്ന ധനമാണെങ്കിൽ, സ്തോത്രം, അതിനുവേണ്ടി നീ കിടന്ന് തലകുത്തി മറിയണ്ട. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ് നിന്റെ തുരുത്തി നിറച്ചു തരാൻ, നിന്റെ കലത്തിലെ മാവും വറ്റിപ്പോകാതെ സൂക്ഷിക്കാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ ധനവാനാകേണ്ടതിന് ബന്ധപ്പെടേണ്ടെന്ന് പറഞ്ഞു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് നൽകിയുള്ളൂ. ഇന്ന് തിരുവചനം ശ്രവിച്ച് ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ധനത്തിന്റെ പുറകെ പോകാതെ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരും. അപ്പാ, വളരെ വ്യക്തമാണ്, ഞങ്ങൾ പിന്തുടരേണ്ടത് നന്മ തരുന്ന ജീവനുള്ള ദൈവത്തെയാണ്.
ഞങ്ങൾ അന്വേഷിക്കേണ്ടത് അങ്ങയെയാണ്. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാണ്. നശിച്ചു പോകുന്ന ധനത്തിൻ്റെ പുറകെ പോയി നിത്യത നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകാതെ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന അപ്പ, ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് കാക്കയെ അയക്കുന്ന അപ്പ, നന്ദിയപ്പ. ഇത്രത്തോളം ഞങ്ങളെ ഉള്ളം കയ്യിൽ കരുതി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് തന്ന് ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദിയപ്പ. തുടർന്നും അവിടുത്തെ തിരുവചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് കൂട്ടായ്മകൾ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഓരോ സംസ്ഥാനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, കേരളത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെരുകി വരുന്ന ദ്രവ്യാസക്തി ഓരോ മക്കളെന്നും വിട്ടുമാറി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് സംതൃപ്തിയുള്ളവരായി ജീവിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം, പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടറായി, മറുരൂപമായി പറന്നിടറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ കിഴന്നള്ളറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ കിഴം